ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ തുടരുകയാണ്. വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കല്ല ഇന്ന് യാത്ര. നേരത്തെ നിങ്ങൾക്ക് പലതവണ വീഡിയോ എടുത്തുന്ന ഒരു സ്ഥലമാണ്. ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവിടേക്ക് യാത്ര ചെയ്യുന്നത്. പെരിങ്ങമല പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശാസ്താനട. തിരുവനന്തപുരവും കൊല്ലം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ കുളത്തൂപ്പുഴ ഡിവിഷനിൽ വരുന്ന വനമേഖല മനോഹരമായ സ്ഥലമാണ്. പക്ഷേ അതിനപ്പുറം ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ ശാസ്താനട ഉന്നതിയിലെ ജനങ്ങൾ നേരിടുന്നുണ്ട്. ആനക്കരിയിൽ 3 പേരുടെ ജീവൻ ഇല്ലാതായ സ്ഥലമാണ്. ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ പുതിയ ഭരണകൂടം, പുതിയ മന്ത്രി, വനം വകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനുണ്ട്. സാങ്കേതികമായ പല കാര്യങ്ങളും ചെയ്താൽ അനവധി ജീവനുകൾ ഇനിയും സുരക്ഷിതമായിരിക്കും. സുരക്ഷിതമായി ജീവിക്കുവാനുള്ള അവസരം, കുട്ടികളുടെ പഠനം, ഇതൊക്കെയുള്ളൂ അവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും പുതിയ ഭരണകൂടം ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വീണ്ടും ശാസ്താനടയിലേക്ക് ക്യാമറയുമായി എത്തിയത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി അവർ തന്നെ പറയും. അത് കേൾക്കാനുള്ള മനസ്സ് അധികാരികൾക്കുണ്ടാവണം. അതിനോടൊപ്പം തന്നെ വനം വകുപ്പും കൂടുതൽ ഊർജ്ജസ്വലമാകണം. ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. എന്റെ പേര് വിക്രമൻ. പിള്ളേരെയൊക്കെ പഠിക്കാൻ നോക്കാത്തതുകൊണ്ട് നമുക്ക് അതിലെ ഇങ്ങനെ വരാനുള്ള വണ്ടി സൗകര്യമില്ല. വണ്ടി കയറണമെങ്കിൽ ഇവിടെ വരണം. അപ്പൊ ഇവിടുന്ന് 1 കിലോമീറ്ററിൽ ഒരു മല കഴിഞ്ഞാണ് തിരിച്ചു വരാനുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ പിള്ളേരെ കൊണ്ട് അങ്ങ് വെളിയിൽ പോയി വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ താഴോട്ടുള്ള ഒരു 3-4 താമസക്കാർ നമ്മളെല്ലാരും പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇനി താഴോട്ട് ചെയ്യിക്കുന്നു. ഡെയിലി പോക്കുവരപ്പ് എന്ന് പറഞ്ഞാൽ 6 മണിക്കൊക്കെ പിള്ളേരെ ഇവിടെ നിന്ന് പോവാൻ നമുക്ക് ബസ് സൗകര്യമില്ല, മറ്റുള്ള ഇതൊന്നുമില്ല. ഇവിടെ വരെ വണ്ടിയുള്ളൂ. നമ്മൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇനി പിന്നെ നമ്മോട് കയറി പോകണം. അവിടുന്ന് അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോകണം. അവിടെ ഇപ്പൊ നമ്മളവിടെ ഒരു 10 താമസക്കാരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും അങ്ങോട്ടൊക്കെ മാറി. പിന്നെ ഇപ്പൊ അവിടെ കിടക്കുന്ന 2 വെട്ടുകാർ മാത്രമേ അവിടെ കിടപ്പുള്ളൂ. സർക്കാർ ഒന്നും എന്നാ നമ്മളെ ഭാഗ്യമായി. അല്ലാതെ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനും നമുക്ക് ഇവിടെ കിടന്നിട്ട് ചെയ്തൊരു വസ്തുവൊക്കെ ഉണ്ട്. പക്ഷെ ഫോറസ്റ്റിന്റെ കൃഷി ചെയ്യാനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആനയുടെ ശല്യം. ഞാനിപ്പോ 2-3 ദിവസം കൊണ്ട് അവിടെ വന്ന് താമസിക്കുകയായിരുന്നു. താമസിക്കുന്ന പെരയുടെ മൊത്തവും കാടായി കിടക്കുന്നു. പിന്നെ വീട്ടിന്റെ കൊണ്ടെല്ലാം കയറി ഇങ്ങനെ ആയിരുന്നു ആന ഓട്ടിക്കുകയൊക്കെ ചെയ്ത്. ആന വന്ന് പ്ലാവ് തള്ളക്കും ഇങ്ങനെയൊക്കെ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ പോയാലും കാണാം. ഇപ്പൊ ഒരു 6-7 മണിയാകുമ്പം ആന പെരയിടത്തില്ല. അവിടെ ആള് താമസമില്ല. പുള്ളേക്കൂട് എന്ന് പറയും. പുള്ളേക്കൂട് അവിടെ ആണ് ഏറ്റവും കൂടുതൽ ശല്യം. പട്ടയുണ്ട്. എനിക്ക് അവിടെ ഒരു 44 സെന്റ് പെരയിടം അല്ല താമസം. അങ്ങനെ അവര് തരത്തില്ല. നമ്മളല്ലാതെ നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പോയാണ്. അല്ലാതെ അവര് ഒഴിപ്പിച്ചു വെച്ചെങ്കിൽ അവര് പൈസ തരത്തുള്ളൂ. റോസല നമ്മക്ക് അല്ലാതെ നമ്മക്ക് പൈസ പോയി വരാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ്. നടന്നിങ്ങനെ ഞാൻ പാലും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ പോവുകയായിരുന്നു. നമ്മക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ എന്റെ വീട്ടിന്റെ അവിടുന്ന് 5 വയലുവാരം ഇങ്ങനെ നടന്ന് 5 കിലോമീറ്റർ. ആനയെ കാണും. ഇതെല്ലാം കാണും. ഇതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു ഓട്ടോ വരുന്നത്. ആ ഓട്ടോയിലാണ് പാലും കൊടുത്തിട്ട് ഞാൻ രാവിലെ ഈ അമ്പലത്തിന്റെ അവിടെ കൊണ്ടുവന്ന് പാല് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങ് പോകുന്നു. ഇപ്പം അതും പേടിയായി. പറയങ്കൂപ്പല്ല ഇവിടെ മൊത്തം ചെറുപ്പേരി മൊത്തം ഏറ്റവും കൂടുതൽ ശല്യം നമ്മൾ ആ പുള്ളേക്കുടിയിലാണ് എല്ലാം ശല്യം. ഇത് ശാസ്താനടയിലെ കന്നിമാർ ചതുപ്പിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ കുറെ കുടുംബങ്ങളുണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളും പല ചതുപ്പുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആനകളുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് ഈ ഭാഗം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം. ആനകൾ ഇറങ്ങിപ്പോയേക്കുന്ന കാൽപ്പാടുകൾ കാണാം. അതോടൊപ്പം തന്നെ ഇരുവശവും ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന കാടുകളും കാണാം. അപ്പുറത്ത് കവുങ്ങും തെങ്ങും ഒക്കെ എടുക്കാനാണ് ആനകൾ വരുന്നത്. ഇപ്പുറത്ത് ഈറയും മുളയും അതുപോലെ കാട്ടുപള്ളികളും ഒക്കെ വലിച്ചൊടിച്ച് തിന്ന് ഇട്ടിരിക്കുന്നതും കാണാം. അങ്ങനെ കാഴ്ചകൾ ഒരുപാട് നമുക്ക് സുന്ദരമായി തോന്നുമെങ്കിലും ഇവിടെ ജീവിക്കുന്നവർക്ക് അതൊരു നല്ല കാഴ്ചയല്ല. ഏത് സമയത്തും എന്തും സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം. കന്നിമാർ ചതുപ്പെന്നാണ് എന്റെ പേര്. പിന്നെ ആനശല്യം കൊണ്ട് ആനശല്യം, കാട്ടുപോത്ത്, കാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട മൃഗങ്ങളെല്ലാം പിന്നെ നമ്മളെ ഈ പിന്നെ പ്രകടത്തിൽ തന്നെ. പുലിയുണ്ട്. പുലിയെന്ന് വെച്ചാൽ ഇവിടെയുള്ള നേരക്കുള്ള പട്ടികളെ എല്ലാം പുലി കൊണ്ടുപോകും. പുലിയൊക്കെ രാത്രി എല്ലാം പിന്നെ എല്ലാം ഇറങ്ങി വരും. ആനയാക്രമണത്തിൽ 2-3 മരണമായില്ലേ? ഇപ്പൊ ആയി 2-3 മരണമായി. ഇവർക്ക് ഈ മരിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ മരിച്ചവർക്ക് അവർക്ക് അതെല്ലാം ഇവര് കൊടുക്കാന്നുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. താമസിക്കുന്നുണ്ട് ഇവിടെ. ജനിച്ചതും വളർന്നത് ഇവിടെ എല്ലാം ഇവിടെ തന്നെയാണ്.
അന്നൊക്കെ ഇത്രയും ശല്യങ്ങളൊക്കെ ഉണ്ട്. അന്നൊന്നും പിന്നെ കൊച്ചിലേന്ന് അത്ര ശല്യമില്ലായിരുന്നു. ഇപ്പം പിന്നെ ഇപ്പോഴാണ് ഈ ശല്യങ്ങൾ അടുത്ത സമയത്ത് ആനയൊക്കെ ഇറക്കാം അല്ലേ? പിന്നെ അടുത്ത സമയത്താണ് ആന കാട്ടുപോത്. പിന്നെ കാട്ടുപോന്ന് വെച്ചാൽ ഇതില് നമ്മളെ ഈ വീടിനൊക്കെ മുമ്പ് കൂടെ തന്നെ പോകുന്നത്. ഇത് ഈ കാട്ടിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണോ? തന്നെ. ഈ ചക്കയും അതും ഇതൊക്കെ ഇവിടെ എടുക്കാനായിട്ട് വരുവാ. ഇനിയിപ്പോ ചക്കയുടെ സീസണായി. ഇനിയിപ്പോ ചക്കയും ഇതെല്ലാം എടുക്കാനും അതുപോലെ താഴ്ന്നാണ് കയറി വരുന്നത് ആന. അതുകൊണ്ട് പിന്നെ അതുപോലെ മൂലയ്ക്കുന്നു വരുന്നാണ്ട് തന്നെ അവിടെയൊക്കെ അടങ്ങേരും ഇതൊക്കെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടെന്ന് വെച്ചാൽ എല്ലാം എല്ലാം ചവിട്ടി മറിക്കും. രാത്രിയിലൊക്കെ എങ്ങനെയാ? രാത്രി നമ്മള് പേടിച്ച് തന്നെ കിടക്കുന്നത്. പേടിച്ച് കിടക്കുന്നത് നമ്മൾ ആരത് പറയാം. അവരത് പറഞ്ഞാലും അവര് വന്ന് നോക്കിട്ട് അങ്ങ് പോന്നല്ലാതെ അവര് വന്ന് ഫോറസ്റ്റുകാര് പിന്നെ ഇവിടെ വരുന്നുണ്ട്. അവര് പിന്നെ സന്ധ്യക്ക് ഇവിടെ വരുന്നുണ്ട്. വന്നു പറഞ്ഞാൽ അവരങ്ങ് പോകും. പിന്നെ ഇവിടെ തന്നെ എർത്തും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എർത്തെല്ലാം പോയി കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ ഫെൻസിങ്ങും മറ്റുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് കിടങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കിടങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് ശല്യങ്ങളെല്ലാം കുറഞ്ഞാണ്. ഇതിപ്പോ തടസ്സമില്ലേ? ജണ്ട വരെ വനത്തിന്റെ ഭാഗമാണല്ലോ. ജണ്ട വരെ വനത്തിന്റെ താഴെ മൂലയിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ ഇത്രയും വീട് ഇതാണ് ഇവിടെ. ഇത് എന്റെ വീട്. നമുക്ക് പ്രത്യേകിച്ച് അപ്പുറത്ത് എത്ര വീടാണ്? അപ്പുറത്ത് പിന്നെ അങ്ങോട്ട് വീടുകളുണ്ട്. അങ്ങോട്ട് മുകളിലോട്ടുണ്ട്. ഇത് ഒരേ ചതുപ്പുകളാണ്. ഇത് പിന്നെ ശ്വാസനാട ചതുപ്പെന്ന് പറയും. ഇനി ഇതിന്റെ മേളില് പിന്നെ കൊമ്പരാല ചതുപ്പെന്ന് പറയും. കുന്നത്തോട് ചതുപ്പെന്ന് പറയും. പിന്നെ അങ്ങ് ഇതിന്റെ അപ്പുറത്തോട്ട് പുള്ളേക്കോട് ചതുപ്പ്. ആളുകളെല്ലാം പോയില്ല. പുള്ളേക്കോട്ടൊന്നും ആരുമില്ല. അങ്ങ് ഇപ്പൊ കുന്നത്ത് വീട്ടിലെ ആളില്ല. ഇപ്പൊ നമ്മൾ ഈ 2 ചതുപ്പിന് മാത്രമേ ആളുള്ളൂ. പിന്നെ ശല്യം കാരണം ഒന്നത്തെ പിന്നെ കളഞ്ഞിട്ടില്ല. എല്ലാരും പാടാക്കി മറ്റുള്ള കാര്യങ്ങളും. കാര്യം വെച്ചാൽ മൊബൈലായിട്ടുള്ള റേഞ്ചും മറ്റുള്ള ഇതില്ല. നമ്മള് റേഞ്ചാണ് നമുക്ക് തന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളില്ല. പിന്നെ അക്കരെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലൂടെ പോയാണ് നമ്മൾ വിളിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. എത്ര വീട്ടുകാരുണ്ട് ഇപ്പൊ മൊത്തം? പിന്നെ 100 താന്ന് നിൽക്കുകയുള്ളൂ. അതിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും വാടകയും ആരും കൊടുത്തിട്ടൊന്നുമല്ല പോയത്. എല്ലാരും വാടകയും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് കണ്ടതുകൊണ്ട് ഇല്ലൊരു മരം പിന്നെ അതുപോലൊരു മരം നമുക്ക് നല്ലൊരു ഭീഷണിയായിട്ടിരിക്കുന്നത്. പിന്നെ ഫോറസ്റ്റുകാർക്ക് പറഞ്ഞ് അവര് വന്നത് അളക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അതെന്ന് വെച്ചാൽ ആ മരം കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കേടായിട്ടിരിക്കണം. ആ മരത്തിന്റെ അത് ആഞ്ഞില് അളന്ന് അത് വന്ന് നോക്കിട്ട് പോയി. പിന്നെ അവര് ഒന്നും ഒന്നും വന്നിട്ട് നോക്കിയിട്ടില്ല. ആനയുടെ ശല്യമൊക്കെ ഇപ്പം ഭയങ്കര രൂക്ഷമാണോ? ആനയൊക്കെ എപ്പോഴും വരും. അക്കരെയൊക്കെ വരും. പിന്നെ വീട്ടിന്റെ അരുവിനൂടെ ഒക്കെ വന്നിട്ടുണ്ട്. എല്ലായിലെ ഒന്നുമില്ല. പാലത്തിന്റെ അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മളെ വീട്ടിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ദൂരോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ആളുകള് നോക്കിക്കൊണ്ട് പോവാത്തോണ്ട് അബദ്ധം വന്നതായിരിക്കും. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വനത്തിന് ഓരോന്നൊക്കെ എടുക്കാൻ പോയവരാ ഇവരൊക്കെ. എന്തോത്തിന് പോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവര് ഇവിടെ കണ്ട ആരെ ഒരു സ്വന്തക്കാര വീടുണ്ട്. അങ്ങനെ കുറുക്കു വഴിക്ക് പോയതാണെന്നാണ് പറയണത്. കരടി, പന്നി, പിന്നെ മ്ലാവ് എല്ലാ ശല്യവും ഉണ്ട്. മുള്ളനൊക്കെ എന്നാൾക്ക് ഈ മുറ്റത്ത് ഇവിടെ വന്നിട്ടാണ് പോയത്. അവിടെ എല്ലാ ഏരിയയിലെല്ലാം എന്തുമാത്രം തെങ്ങുകൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? അയ്യോര പേരിടത്തിൽ അങ്ങ് മൊത്തം ആന എടുക്കും. നാട്ടിൻപുറത്ത് പണമുള്ള ശേഷികള് നാട്ടിൻപുറത്ത് സ്ഥലം മേടിച്ച് താമസിക്കുന്നു. നമ്മളെ കൊണ്ട് അതിന് ഗതിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കിടക്കും. പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് മറ്റു വിഷയങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ശാസ്താനടയിലെ വേങ്കൊല്ല പെരിങ്ങമല പഞ്ചായത്തിലെ കന്നിമാർ ചതിപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നല്ല മഴക്കാലമാണ്. എൻ്റെ പിന്നിൽ ഒരു കൂറ്റൻ ആഞ്ഞിലി, ഒരു 500 അടിയെങ്കിലും ഉയരമുള്ള ഒരു 10-100ഓളം വർഷം പഴക്കമുള്ള ആഞ്ഞിലിയാണ് നിൽക്കുന്നത്. മരത്തിന്റെ വേരുകളെല്ലാം അറ്റുപോയി. തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച തുളസിച്ചേട്ടനും അതിൻ്റെ അപ്പുറത്ത് വേറെ 2 വീടുകൾ, അങ്ങനെ 3-4 വീടുകൾ. ഇത് വീണ് കഴിഞ്ഞാൽ ഇവിടെ ലൈനും ഇവിടെയുള്ള ഹൈമാക്സും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന മരങ്ങളും എല്ലാം തകർന്ന് വലിച്ചിരിക്കുന്ന ലൈനെല്ലാം പൊട്ടി വീടിന്റെ മോളി വീഴും. വലിയ അപകടം ഉണ്ടാവും. രാത്രിയിൽ അറിയില്ല. കനത്ത മഴ വരികയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫോറസ്റ്റുകാർ വന്ന് അളവൊക്കെ എടുത്ത് പരാതി പറഞ്ഞപ്പോൾ വേങ്കൊല്ല സെക്ഷനാണ്. തീർച്ചയായും ഫോറസ്റ്റുകാർ അതിന് വേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം, വലിയ ഒരു വിപത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ആഞ്ഞിലി മരം മുറിച്ചു കൊടുക്കുക എന്നുള്ളത് ഫോറസ്റ്റുകാരുടെ ഒരു കടമ തന്നെയാണ്. അവർ തീർച്ചയായും നിർവഹിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്.